മുജ്തബ ഖമനയെ തീർക്കാൻ ഇനി ഇസ്രയേൽ മെനക്കെടേണ്ട കാര്യമില്ല. സ്വന്തം രാജ്യത്ത് സുരക്ഷിതനല്ല പുതിയ പരമോന്നത നേതാവ്. ഇസ്രയേൽ ആക്രമണത്തിൽ ചിതറിയ കാലും തകർന്ന മുഖവുമായി ഇറാനിലെ ഏതോ ഒരു തുരങ്കത്തിൽ അവശനായി കിടക്കുന്ന മുജ്തബ ശത്രുക്കൾക്ക് നടുവിലാണ്. ഭരണകൂടത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത IRGC സൈന്യത്തിന്റെ തടവിലാണ് മുജ്തബ എന്നാണ് റിപ്പോർട്ടുകൾ. ഇടയ്ക്കിടെ മുജ്തബയുടേതായി പുറത്തുവരുന്ന ചില കത്തുകൾ IRGC സൈനിക ജനറൽമാർ പരമോന്നതനെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാണത്രേ. യുദ്ധത്തിൽ നിന്ന് താൽക്കാലിക വിരാമം, സമാധാന ചർച്ച, ഈ നിലപാടിലേക്ക് മുജ്തബയും എത്തിയിരുന്നു. ഇത് IRGCയെ ചൊടിപ്പിച്ചു. യുദ്ധത്തിന് പുതിയ പരമോന്നതന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നായിരുന്നു സൈന്യം കരുതിയത്. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ പിഴച്ച റവല്യൂഷണറി ഗാർഡ് മുജ്തബയെ അവരുടെ തടവിലേക്കാക്കി. പരമോന്നത നേതാവ് റവല്യൂഷണറി ഗാർഡിന്റെ വെറും റബ്ബർ സ്റ്റാമ്പായി മാറിയിരിക്കുന്നു. മറ്റൊരു വിവരം പുറത്തുവരുന്നത് പാകിസ്ഥാനിൽ നിന്ന് നേരെ റഷ്യയിലേക്ക് പറന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി IRGCയെ പിടിച്ചുകെട്ടാൻ റഷ്യൻ സഹായം തേടി എന്നുള്ള ഒരു സൂചനയുമുണ്ട്. റവല്യൂഷണറി ഗാർഡിന് ഇനി ഒരു സഹായവും ഈ ഘട്ടത്തിൽ ചെയ്യരുതെന്നും യുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന റവല്യൂഷണറി ഗാർഡിനെ പിന്തിരിപ്പിക്കണമെന്ന ആവശ്യവും അരാഗ്ചി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നമ്മൾ ഇതിനു മുൻപ് കേട്ടിരുന്നു, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഗൾഫിലെയും ചില കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിന് റഷ്യയുടെ സഹായം ഇറാൻ റവല്യൂഷണറി ഗാർഡിന് കിട്ടിയിരുന്നുവെന്ന്. അതായത് ചില തന്ത്രപ്രധാന മേഖലകളുടെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ IRGCക്ക് ഇറാൻ സൈന്യം കൈമാറിയിരുന്നു. ഇനി അത്തരത്തിലുള്ള ഒരു സഹായങ്ങളും IRGCക്ക് റഷ്യയിൽ നിന്ന് കൊടുക്കരുത് എന്നുള്ള ഒരാവശ്യവും അരാഗ്ചി പുടിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് വിവരങ്ങൾ. അതായത് യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇനിയും ഈ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ ഇറാന് കഴിയില്ല. ഈ ഒരു ഘട്ടത്തിൽ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, അതായത് അബ്ബാസ് അരാഗ്ചിയും മസൂദ് പെസഷ്ക്യാനും ഒക്കെ യുദ്ധത്തിന് ഒരു വിരാമം വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നവരാണ്. എന്നാൽ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നവരെ മുഴുവൻ കൊന്നു തള്ളും എന്നുള്ള ഒരു നിലപാടിലേക്ക് IRGC എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ പരമോന്നത നേതാവും ഭയപ്പെടുകയാണ്. ഇസ്രയേൽ അമേരിക്കൻ ഭീഷണി നേരിടുന്നതിന് ഇറാൻ ഭരണകൂടത്തിന് റഷ്യ സഹായം ചെയ്യണം എന്നുള്ള ആവശ്യവും അരാഗ്ചി മുന്നോട്ട് വെച്ചു എന്നാണ് വിവരങ്ങൾ. ഇറാൻ ഭരണകൂടത്തെ റഷ്യ സഹായിക്കണം, പക്ഷേ IRGCയെ സഹായിക്കരുത് എന്നുള്ളതാണ് അബ്ബാസ് അരാഗ്ചിയുടെ ആവശ്യം. ഇതോടുകൂടി ഭരണകൂടവും സൈന്യവും പിളർപ്പിലാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും അമേരിക്കയുമായുള്ള യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ ഇറാൻ ഭരണകൂടത്തിൽ വൻ അഴിച്ചുപണിയാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആദ്യമായി രാജ്യത്തിന്റെ അധികാരം പുരോഹിതന്മാരിൽ നിന്ന് സൈനിക ജനറലുകളുടെ കൈകളിലേക്ക് മാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയുടെ മരണത്തിന് പിന്നാലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. അലി ഖമനേയുടെ പിൻഗാമിയായി അധികാരമേറ്റ മകൻ മുജ്തബ ഖമനേയി നിലവിൽ ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്നാണ് ആന്തരിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിലുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുജ്തബ ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഓഡിയോ ലിങ്കുകൾ വഴിയും സഹായികൾ വഴിയുമാണ് മുജ്തബ ആശയവിനിമയം നടത്തുന്നത്. ജനറലുകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമസാധുത നൽകുക എന്നതിലപ്പുറം ഭരണത്തിൽ മുജ്തബയ്ക്ക് സ്വാധീനമില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഇറാനിലെ ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തിന്റെ സുപ്രധാന തീരുമാനങ്ങൾ ഇപ്പോൾ കൈക്കൊള്ളുന്നത് IRGC കമാൻഡർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ സംഘമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫുമാണ് നയതന്ത്ര മുഖങ്ങളായി രംഗത്തുള്ളതെങ്കിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ കരുക്കൾ നീക്കുന്നത് IRGC കമാൻഡർ അഹമ്മദ് വാഹിദിയാണെന്നാണ് റിപ്പോർട്ടുകൾ. തങ്ങൾ ദുർബലരാണെന്ന തോന്നൽ വാഷിംഗ്ടണിന് ഉണ്ടാകാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് സൈനിക നേതൃത്വം പുലർത്തുന്നത്. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾക്ക് വലിയ കാലതാമസം നേരിടുന്നുണ്ട്. ഒരു ചെറിയ മറുപടി നൽകാൻ പോലും 2-3 ദിവസമാണ് ഇറാൻ എടുക്കുന്നത്. വാഷിംഗ്ടൺ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ അംഗീകരിക്കാൻ IRGC തയ്യാറാകാത്തതാണ് ചർച്ചകൾ നീണ്ടുപോകാൻ കാരണം. ആണവ പ്രശ്നം മാറ്റിവെച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ ആണവ വിഷയം ആദ്യം ചർച്ച ചെയ്യണമെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന സന്ദേശമാണ് ഇറാൻ സൈനിക നേതൃത്വം നൽകുന്നത്.
തെരഞ്ഞെടുപ്പ് സമ്മർദ്ദങ്ങൾക്കിടയിൽ നിൽക്കുന്ന ട്രംപിനും അയഞ്ഞ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ സൈനിക സ്വാധീനം നിലനിർത്തിക്കൊണ്ട് യുദ്ധത്തിൽ നിന്ന് രാഷ്ട്രീയമായും സൈനികമായും കരുത്താർജിച്ച് പുറത്തുവരാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാനിൽ അധികാരം പുരോഹിതന്മാരിൽ നിന്ന് സുരക്ഷാ വിഭാഗത്തിന്റെ കൈകളിലേക്ക് മാറിയത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും. വിപ്ലവത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം പാശ്ചാത്യ സമ്മർദ്ദങ്ങളെ സൈനികമായി പ്രതിരോധിക്കുക എന്നതാണ് റവല്യൂഷണറി ഗാർഡിന്റെ ലക്ഷ്യം. യുദ്ധം നയിക്കുന്ന സൈനിക കൗൺസിലിനെ മറികടക്കാൻ പരമോന്നത നേതാവിന് പോലും സാധിക്കാത്ത സാഹചര്യം ഇറാന്റെ ഭാവി നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. അതായത് മുജ്തബയ്ക്ക് വലിയ റോൾ ഇപ്പോൾ ഇറാനിൽ ഇല്ല എന്നുള്ളതാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. സൈന്യം എടുക്കുന്ന തീരുമാനങ്ങളാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ എങ്ങും എത്താതെ പോയതും. IRGCയും ട്രംപും കടുംപിടുത്തം പിടിക്കുന്നതോടുകൂടി ഒരു തരത്തിലും സമാധാനമില്ല എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്നാൽ ഇതധികം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അബ്ബാസ് അരാഗ്ജിയും മസൂദ് പെസഷ്ക്യാനും ഒക്കെ. എന്നാൽ അവരുടെ വാക്കുകൾക്ക് ഒരു വിലയും IRGC കൊടുക്കുന്നില്ല. യുദ്ധം എന്ന കടുത്ത നീക്കവുമായി IRGC നിൽക്കുന്നു. പിതാവിന്റെ തലയെടുത്ത ഇസ്രയേലിനോടോ അമേരിക്കയോടോ പ്രതികാരം വീട്ടാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല മുജ്തബയുള്ളത്. കാരണം മുജ്തബയ്ക്ക് ഭരണപരമായി വലിയ സ്വാധീനമില്ല. സൈനികമായി നോക്കുകയാണെങ്കിൽ അവിടെയും സൈന്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മുജ്തബയുടെ വാക്കിന് പോലും വിലയില്ലാത്ത ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് പുതിയ പരമോന്നതന്. IRGCക്ക് മുജ്തബയോട് വലിയ താല്പര്യവുമില്ല. മതപഠനം മുഴുവൻ പൂർത്തിയാക്കിയിട്ടില്ല മുജ്തബ എന്നുള്ള ഒരു ആരോപണം മുൻപ് തന്നെ അവിടെ ഉയർന്നു വന്നതാണ്. IRGC എന്ന് പറയുന്നത് ഒരു ഭീകര മുഖമാണ്. അതായത് ഒരു മതവെറി പിടിച്ച സംഘമാണ്. പരമോന്നത നേതാവ് എന്ന് പറയുന്നത് IRGCയുടെ തലപ്പത്തുള്ള ആളാണ്. അതായത് ഈ IRGC സംഘം റിപ്പോർട്ട് ചെയ്യേണ്ടത് ആയത്തുള്ള അലി ഖമനേയി എന്ന ആ ഒരു മത പുരോഹിതന് മുൻപിലായിരുന്നു. അതായത് ഒരു മത പോലീസാണ് IRGC. അവരുടെ തലപ്പത്തേക്ക് വരുന്ന ഒരാൾ അത് മതപരമായി എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കിയ ഒരാളായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ അത്ര കണ്ട് താല്പര്യം മുജ്തബയോട് IRGCക്കില്ല. എന്നാൽ ആയത്തുള്ള അലി ഖമനേയിയോട് വിധേയപ്പെട്ടവരായിരുന്നു IRGC. എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് മുജ്തബയോട് വിധേയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാട് IRGC എടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് മുജ്തബയും ഈ യുദ്ധത്തിനോട് ഇപ്പോൾ താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. കാരണം പുറത്തേക്ക് തല കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് മുജ്തബയ്ക്കുള്ളത്. എപ്പോൾ തല പുറത്തേക്കിട്ടാലും ഇസ്രയേൽ ആ തലയെടുക്കും. അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക വെടിനിർത്തൽ തന്നെയാണ്, സമാധാനം തന്നെയാണ് മുജ്തബയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുജ്തബയുടെ ഈ നിലപാടിനോട് ഒട്ടും യോജിക്കാതെ നിൽക്കുകയാണ് IRGC.